نور على نور. നോമ്പ് എന്നുള്ളത് വലിയ അമലാണ്. എല്ലാ അമലുകൾക്ക് ഫർളുണ്ട്, ഷർത്തുണ്ട്, ആ അമലിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്, ആ അമലിനെ പൂർണ്ണമാക്കുന്ന അദബുകളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴാണ് അമലിന്റെ പൂർണ്ണമായ പ്രതിഫലം നേടാൻ നമുക്ക് സാധിക്കുക. അപ്പൊ നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അദബുകൾ, ആ അമലിനെ പൂർത്തിയാക്കുന്ന ഭംഗിയാക്കുന്ന ചില അദബുകൾ. ഒന്നാമത്തേത്, റമളാൻ മാസത്തെ സന്തോഷത്തോടെ വരവേൽക്കണം. തെമ്മാടികൾക്ക് റമളാന്റെ വരവ് പ്രയാസാണ്, റമളാൻ കഴിയല് സന്തോഷാണ്. മോമിനിങ്ങൾക്ക് നേരെ തിരിച്ചാവണം. കാരണം റമളാനിലൂടെ വന്ന് റമളാനിൽ പല തെമ്മാടികളും തെമ്മാടിത്തരം റമളാൻ ഉപേക്ഷിക്കുന്ന ആൾക്കാർ കാണും വിചാരിച്ചിട്ടാണ്. ഞാൻ മാത്രം ചെയ്താൽ ശരിയാവില്ല, റമളാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇനി എന്തും ചെയ്യാ എന്നിടത്താണ് പല തെമ്മാടികളും. മോമിനിങ്ങൾ അങ്ങനെ ആകരുത്. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് റമളാൻ. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, പുതിയൊരു ജീവിതം നയിക്കാൻ, പുതിയ സൽക്കർമ്മങ്ങൾ തുടരാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ നിർത്തിവെക്കാൻ ഒക്കെയുള്ള വലിയൊരു വേദി, വലിയൊരു അവസരമാണ് റമളാൻ. അപ്പോൾ സന്തോഷത്തോടു കൂടി അതിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. അതെ, കർമ്മപ്രിയർക്ക് ഏറെ ആനന്ദമാണ് റമളാന്റെ വരവ്. ഒരുപാട് അമൽ ചെയ്യണം, ഖുർആൻ ഓതണം, സദഖ കൊടുക്കണം, നിസ്കരിക്കണം, ഒരുപാട് അമലുകൾ, നോമ്പ് നോറ്റവനെ നോമ്പ് തുറപ്പിക്കണം പോലുള്ള ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കും കർമ്മപ്രിയർക്ക്, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുക. അത് നമുക്ക് വേണം. നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാസം കണ്ടാൽ എന്ത് പറയണം? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന് പറയണം. അത് നിലാവിനെ നോക്കിയിട്ടല്ല പറയേണ്ടത്. ചിലർ അങ്ങനെ നോക്കും, ഇങ്ങനെ സ്റ്റഡിയായി നിന്നിട്ട് നിലാവിനെ നോക്കിയിട്ട് പറയും അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. അല്ല, ഖിബ്ലയെ അഭിമുഖീകരിച്ചിട്ട് പറയാമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹിലാലിനെ നോക്കി പറയാൻ പാടില്ല, ശരിയല്ല. ഇങ്ങനെയാണ് നമ്മൾ മാസത്തെ വരവേൽക്കേണ്ടത് എന്ന് ഈ ഹദീസ് ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ശവാഹിദുകളിലൂടെ സ്വീകാര്യമാണ് എന്ന് പറയുകയും ചെയ്ത ഹദീസാണ്. നോമ്പുകാലം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ അമല്, റമളാനിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് റമളാനിന് മുമ്പോ റമളാനിന് ശേഷമോ നോമ്പ് നോൽക്കരുത്. ചിലരുണ്ട് സൂക്ഷ്മത എന്നോണം നോമ്പിന് മുമ്പേ നോമ്പ് വെക്കും, റമളാനിന് മുമ്പേ നോമ്പ് വെക്കും. ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫല്യസും. നോമ്പാകുന്നതിന് ഷാബാന്റെ അവസാനത്തെ 28, 29 ചിലർ നോമ്പ് വെച്ച് തുടങ്ങും. ഇതറിയോ, അഥവാ റമളാൻ ആണെങ്കിലോ, ഈ മാസം കാണുന്നവർക്കുള്ള അബദ്ധാണെങ്കിലോ എന്ന് വെച്ചിട്ട് റമളാനിന് മുമ്പ് ഷാബാൻ 29 നോമ്പ് വെച്ച് തുടങ്ങും. അത് പാടില്ല, ഹറാമാണ്. അതുപോലെ തന്നെ ശവ്വാൽ 1 നോമ്പ് വെക്കുക, അതും പാടില്ല. കൃത്യമാവണം. റമളാൻ 1 നോമ്പ് നോൽക്കണം, റമളാൻ 29, 30. മാസങ്ങൾ അറബി മാസം 29, ചിലപ്പോൾ 30 ആവും. അപ്പോൾ എന്ത് ചെയ്യണം? റമളാൻ 1 തുടങ്ങി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ, ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. നിങ്ങൾ ഹിലാലിനെ കണ്ടാൽ നോമ്പ് നോൽക്കണം, ഹിലാലിനെ കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കണം. ഇത് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ. നിങ്ങൾ മാസം കാണുന്നത് വരെ നോമ്പ് നോൽക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗഹു. മാസം കാണുന്നത് വരെ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്ന്. മാസം കാണലാണ് അടിസ്ഥാനം. മാസം കണ്ടിട്ടില്ല എങ്കിൽ ആ മാസത്തെ 30 പൂർത്തിയാക്കണം. ഷാബാൻ 29 അന്ന് മാസം നോക്കണം. ഷാബാൻ 1 അന്ന് തീരുമാനിക്കലല്ല, ഷാബാൻ 29 അന്ന് എല്ലാവരും പോയി നോക്കണം, ആകാശത്ത് ഹിലാൽ ഉണ്ടോ. ഹിലാൽ ഉണ്ട് എങ്കിൽ നാളെ 1, ഹിലാൽ ഇല്ല എങ്കിൽ നാളെ ഷാബാൻ 30, മറ്റന്നാൾ 1. അറബി മാസത്തിൽ 31 ഡേറ്റ് ഇല്ല, 30 ഉള്ളൂ. അത് എപ്പോഴാണ് 30 ആവുക? മാസത്തിന്റെ 29 അന്ന് രാത്രി ഹിലാലിനെ കണ്ടിട്ടില്ല എങ്കിൽ നാളെ 30, കണ്ടാൽ നാളെ 1. ഇങ്ങനെ ആവണം നോമ്പ് നോൽക്കേണ്ടത് എന്ന്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ അദബ്, ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് നോൽക്കുന്നവൻ അത്തായം കഴിച്ചുകൊണ്ട് നോമ്പ് നോൽക്കണം. അതും സുബ്ഹി ബാങ്കിനോട് അടുപ്പിച്ചുകൊണ്ടാവണം, പിന്തിപ്പിക്കണം. ചിലക്കാരുണ്ട് തറാവിസ്കാരത്തിന് ശേഷം അത്തായം കഴിച്ചിട്ട് ഉറങ്ങും, എന്നിട്ട് പിന്നെ ഈ കാവത്ത് കൊടുക്കുമ്പോൾ എണീക്കോളൂ സുബ്ഹിന്റെ. അതുപോലെ എന്താ കുറെ പേരുകളാണ്, നോമ്പ് മുറി, നോമ്പ് തൊറ, മുത്തായം, അത്തായം. അതായത് പകലിൽ പട്ടിണി എടുക്കാൻ പറഞ്ഞ പടച്ചാനോടുള്ള പക വീട്ടിലാണ് രാത്രിയുടെ
ഫുഡ് കഴിക്കലെന്നാണ് ചിലർ പറയല്. പകലിൽ പട്ടിണി എടുക്കാൻ പഠിച്ചവൻ പറഞ്ഞു, അതിനെ പകവ് കിട്ടാണ് രാത്രിയിൽ നോമ്പ് മുറി, നോമ്പ് തുറ, മുത്തായം. മുത്തായം എന്ന് പറഞ്ഞാൽ തറാവിക്ക് ശേഷമുള്ളത്, അത്തായം എന്ന് പറഞ്ഞാൽ ഫജറിന് മുമ്പുള്ളത്. 4 നേരം, 3 നേരം തിന്നുന്നത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ 4 നേരം തിന്നിട്ട് പകവ് കിട്ടി. തറാവിക്ക് ശേഷം നോമ്പ് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും ആൾക്കാർ? കടന്നുറങ്ങും. എന്നിട്ട് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് വേഗം പാഞ്ഞു പോയിട്ട് ചിലപ്പോൾ ഫജറിന്റെ 2 റക്അത്ത് സുന്നത്തുണ്ടാവില്ല. റകഅത്താൽ ഫജർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവിനുള്ളതിനേക്കാളും ഖൈറാണ്. എപ്പോഴും റമളാനിന്റെ കൂടെ ഇരട്ടി കിട്ടും. ആ ഫജറിന്റെ 2 റക്അത്ത് സുന്നത്ത് ഒഴിവാക്കും. രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് ആകാൻ പാടില്ല. അത്തായം കഴിക്കേണ്ടപ്പോഴാണ് ബാങ്കിനോട് അടുപ്പിച്ചാണ്. അത്തായം കഴിക്കൽ ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്തായം കഴിക്കണം, അത്തായ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. അത്തായത്തിലെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറകത്തു ഫീ സലാസ. ബർക്കത്ത് 3 കാര്യങ്ങളിലാണ്. ഫിൽ ജമാഅ, ജമാഅത്തിൽ ഒരുമിച്ച് കൂടൽ, ഭിന്നിക്കാൻ പാടില്ല. ഐക്യം അൽ ജമാഅ. വസ്സരീദ്, സരീദ് എന്ന ഭക്ഷണത്തിൽ. സരീദ് എന്ന ഭക്ഷണം അറബികൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് സരീദ്. ഇറച്ചിന്റെ ചാറില്ലേ, ഗ്രേവി, അതിൽ റൊട്ടി മുറിച്ചിട്ടിട്ട് കുഴച്ചിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് അറബികൾ കഴിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഫضل പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സരീദ് പോലെയാണ് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആയിഷ എന്ന് പറഞ്ഞത്. സരീദ് നല്ല മുന്തിയ ഭക്ഷണമാണ്, നല്ല ടേസ്റ്റ് ഭക്ഷണമാണ് സരീദ്. അതിൽ ബർക്കത്തുണ്ട്. ഇറച്ചിയുടെ കറിയിൽ റൊട്ടി മുറിച്ചിട്ടിട്ട്, പത്തിൽ പൊറോട്ട മുറിച്ചിട്ടിട്ട് കുഴച്ച് തിന്ന എന്തൊക്കെ ചേർത്തുള്ള പോലെ. 3ാമത്തെ വസ്സഹൂർ, അത്തായ ഭക്ഷണം. ഇത് 3ലും ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വൽ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. അല്ലാഹുവും മലക്കുകളും അത്തായം കഴിച്ചവർക്ക് വേണ്ടിയിട്ട് സലാത്ത് ചെല്ലുന്നുണ്ട്. അത്തായം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു മലക്കും സലാത്ത് ചെല്ലും. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കളുടെ കൂട്ടത്തിൽ അവനെ പുകഴ്ത്തി പറയും. എന്റെ അടിമനെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയും അള്ളാഹ്. മലക്കളുടെ സലാത്ത് എന്താണ്? നമുക്ക് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാർ ആണെന്ന അഭിപ്രായമുണ്ട്, റഹ്മത്തിനെ ചോദിക്കലാണെന്ന അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മളെ പുകഴ്ത്താൻ വേണ്ടി ആവശ്യപ്പെടലാണ്. അള്ളാഹു ഇതിന്റെ അടിമനെ നീ പുകഴ്ത്തണം എന്ന് പറയും. അള്ളാഹ് പുകഴ്ത്തന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനല്ലേ? നമ്മളെ കുറിച്ചിട്ട് ഒരു സ്ഥാനത്തുള്ള ഒരാൾ പുകഴ്ത്തി പറഞ്ഞതിന് നമുക്ക് വലിയ ദർജയാണ്. അള്ളാഹ് പുകഴ്ത്തി പറഞ്ഞാൽ ഇത് വലിയ ദർജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ. നമ്മുടെയും വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത നസാറാക്കളുടെയും ഇടയിലുള്ള ഫർക്ക്, വ്യത്യാസം എന്താണ്? അത്തായം കഴിക്കലാണ്. അത്തായം കഴിച്ചിട്ടേ നോമ്പ് നോക്കാൻ പാടുള്ളൂ. ജൂതന്മാരും നസാറാക്കളും അത്തായം കഴിക്കാണ്ട് നോമ്പ് നോക്കാറുള്ളത്. നമ്മൾ അത്തായം കഴിച്ചിട്ട് നോമ്പ് നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ. മുഅ്മിൻ കഴിക്കുന്ന അത്തായത്തിൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ് എന്ന്, കാരക്ക. ഇതൊക്കെ ഇമാം ബുഖാരി തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇപ്പം പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് പറയുകയും ചെയ്ത ഹദീസാണ്. ഇനി ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല വിചാരിച്ചോ, വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്തായം കഴിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തസഹറു വലൗ ബിജർഅത്തിൻ മിമ്മാ. ഒരു തുള്ളി വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത്തായം കഴിക്കണം എന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് പറയുകയും ചെയ്ത ഹദീസാണ് ഹദീസ്. അത്തായം കഴിക്കേണ്ടപ്പോഴാണ് ഫജ്റിന് തൊട്ട് മുമ്പായിട്ടാണ് അത്തായം കഴിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത്തായം കഴിച്ചിട്ടുള്ളത്. അതായത് അത്തായം കഴിക്കൽ പിന്തിപ്പിക്കണം, ഫജ്റിനോട് പിന്തിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മഅശറൽ അംബിയ, നമ്മൾ അംബിയാക്കന്മാർ, ഉമിർന അൻ നുഅജ്ജില ഇഫ്താറന, നോമ്പ് തുറക്കുന്നതിനെ മുറിക്കുന്നതിനെ ധൃതിയാക്കാനും, വനുഅഖിറ സഹൂറന, അത്തായം കഴിക്കുന്നതിനെ പിന്തിപ്പിക്കാനും, വനളഅ ഈമാനന അലാ ശമായിലിന ഫിസ്സലാ, നമ്മുടെ വലത് കൈയെ ഇടത് കൈയുടെ മേലെ വെക്കാനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. 3 കാര്യങ്ങൾ. അത്തായം പിന്തിപ്പിക്കണം, നോമ്പ് മുറിക്കൽ ധൃതിയാക്കണം, നിസ്കാരത്തിൽ വലത് കൈയെ ഇടത് കൈയുടെ മേലെ വെക്കണം.
ഇത് ഇത്തിഫാക്കാണ്. ഇത് ഇനി എവിടെ വെക്കണം എന്നുള്ളിടത്താണ് ഇഖ്തിലാഫുള്ളത്. ബെഞ്ചിന്റെ മേലെയാണോ പൊക്കിളിന്റെ താഴെയാണോ? പക്ഷെ കൈയിട്ടുമ്പോൾ വലത് കൈ എടുത്ത് കഴിഞ്ഞ് വെക്കണം എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായമില്ല. അത് എവിടെ വെക്കണം എന്നുള്ളിടത്താണ് അഭിപ്രായമുള്ളത്. ഏറ്റവും ശരിയായ അഭിപ്രായം നെഞ്ചിന്റെ അരികിൽ വെക്കണം എന്നതാണ്. അല്ലാഹു അഅലം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്തായത്തെ സംബന്ധിച്ച് പറയാണ്, തസഹർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്തായം കഴിച്ചു. സുമ്മ ഖാമ ഇല സലാ, പിന്നീട് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കം കാന ബൈനൽ അദാൻ വ ബൈന വസ്സഹൂർ, ബാങ്കിന്റെയും അത്തായത്തിന്റെയും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? ഇവിടെ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കല്ല, ഇക്കാമത്താണ്. കാരണം ഇക്കാമത്തിനെയും ബാങ്ക് എന്ന് പറയാറുണ്ട്. ബൈന കുല്ലി അദാനൈനി അസ്സലാ, രണ്ട് അദാനുകൾക്കിടയിൽ നിസ്കാരമുണ്ട്. ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ നിസ്കാരമുണ്ട്. ഇവിടെ അദാൻ കൊണ്ട് ഉദ്ദേശം ഇക്കാമത്താണ്. നിങ്ങൾ അത്തായം കഴിച്ചതിന്റെയും നിങ്ങളുടെ സുഹൂറിന്റെയും അദാനിന്റെയും ഇടയിലുള്ള സമയം എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, ഖദ്റ 50 ആയ, 50 ആയത്തോതുന്ന അത്ര സമയം. 50 ആയത്ത്, അതായത് 10 മിനിറ്റ് അല്ലെ? നമ്മളെ സൂറത്തുൽ കഹ്ഫ് എത്ര ആയത്താ? 110. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതലില്ലേ? എത്ര മിനിറ്റ് എടുക്കും? 20 മിനിറ്റ്. അപ്പൊ 50 എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ്, 10 മിനിറ്റോളം. അതുപോലെ തന്നെ അംർ ഇബ്നു മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅൻ നാസി ഇഫ്താറൻ വഅബ്തഅഹും സഹൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ നോമ്പ് മുറിക്കാൻ ഏറെ ധൃതി കാണിക്കുന്നവരും നോമ്പ് അത്തായം കഴിക്കാൻ ഏറെ പിന്തിപ്പിക്കുന്നവരുമാണ് എന്നാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് അത്തായം കഴിക്കാൻ, ഫജ്റിനോട് അടുത്ത സമയത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അദബാണ്. 4ാമത്തെ അദബ്, നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കണം. നമ്മൾ അത്തായം കഴിക്കാൻ പിന്തിപ്പിക്കണം എന്നതിന് നേരെ ഓപ്പോസിറ്റ്, നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ, നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ ഖൈറിലാണ് എന്ന് നാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ഉമ്മത്തി അലാ സുന്നതി മാലം തൻതലിർ ബിഫിത്രിഹൻ നുജൂം, എന്റെ ഉമ്മത്ത് എന്റെ സുന്നത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരിക്കും അവർ നോമ്പ് മുറിക്കാൻ നക്ഷത്രങ്ങളെ കാത്തിരിക്കാത്തിടത്തോളം കാലം. ചിലക്കാർക്കുള്ള ശീലങ്ങളാണ്, പ്രത്യേകിച്ച് ജൂതന്മാർക്കൊക്കെയുള്ള ശീലാണ്, ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചാലേ നോമ്പ് മുറിക്കും. സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പ് മുറിക്കില്ല, നക്ഷത്രങ്ങൾ വരാൻ കാത്തിരിക്കും. ചില വിധേയകൾക്ക് സൂഫികൾക്ക് ആ സ്വഭാവമുണ്ട്. ഇവിടെ നക്ഷത്രങ്ങൾ വരുന്നത് വരെ, ആകാശത്തിന് നക്ഷത്രങ്ങൾ വരുന്നത് വരെ നോമ്പ് മുറിക്കാതെ കാത്തിരിക്കാത്തിടത്തോളം കാലം എന്റെ ഉമ്മത്ത് എന്റെ സുന്നത്തിലാണ് എന്ന്. അതായത് റസൂൽ സുന്നത്ത് എന്താണ്? പെട്ടെന്ന് നോമ്പ് മുറിക്കലാണ് എന്ന്. അതേപോലെ തന്നെ റസൂലുള്ളാഹി ഇമാം ഇബ്നു ഖുസൈമ ഉദ്ധരിച്ച ഹദീസാണ്, ഷെയ്ഖ് അൽബാനി സഹിയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ദീനു ളാഹിറൻ മാ അജ്ജല നാസുൽ ഫിത്ർ ലിഅന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ, ദീന് എപ്പോഴും പ്രകടമായി നിലനിൽക്കും നമ്മൾ നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം. ജൂതന്മാരും നസാറാക്കളും നോമ്പ് മുറിക്കാൻ പിന്തിപ്പിക്കുന്നവരാണ് എന്ന് ഇമാം അഹ്മദും അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പ് മുറിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്ര പോവാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അപ്പം രാത്രിയായി. റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലെ ഇറങ്ങ്, നമുക്ക് വെള്ളം കലക്കിത്താ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, പ്രവാചകരെ താങ്കൾക്ക് പകല് ബാക്കിയുണ്ട്, രാത്രി ആയിട്ടില്ല, ഇറങ്ങ്, വെള്ളം കലക്കിത്താ. ബിലാൽ വീണ്ടും പറഞ്ഞു, പ്രവാചകരെ അങ്ങക്ക് പകല് ബാക്കിയുണ്ട്, രാത്രി ആയിട്ടില്ല, നിന്നോടല്ലേ പറഞ്ഞു ഇറങ്ങി വെള്ളം കലക്കാൻ. ചൂടെ. അപ്പൊ ഇറങ്ങി വെള്ളം കലക്കി നോമ്പ് മുറിച്ചു. റസൂൽ പറഞ്ഞു, ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുനാ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ വഗറബത്തി ശംസു ഫഖദ് അഫ്തറ as-സായിം. രാത്രി ഇതിലെ വരികയും പകൽ ഇതിലെ പോവുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പുകാരൻ നോമ്പ് മുറിച്ചു. അതായത് നോമ്പ് മുറിക്കേണ്ട സമയമായി കഴിഞ്ഞു, മുറിക്കണം. ഇതാണ് നോമ്പ് മുറിക്കാൻ കാണിക്കേണ്ട ധൃതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം,
ആദ്യം നോമ്പ് മുറിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ചിലര് നിസ്കരിച്ച് വന്നിട്ട് നോമ്പ് മുറിക്കാൻ വിചാരിക്കും. മഗ്‌രിബ് ഇല്ല, ആദ്യം നോമ്പ് മുറിക്കുക വേണ്ടത്, എന്നിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കേണ്ടത്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുവരെ റസൂലുള്ള അത്താഴം നോമ്പ് മുറിക്കാതെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടേ ഇല്ല. അതൊരു തുള്ളി വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, നോമ്പ് മുറിക്കാതെ റസൂലുള്ള മഗ്‌രിബ് നിസ്കരിച്ചിട്ടേ ഇല്ല എന്ന് ഇബ്നു ഹബ്ബാൻ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുക. ഈത്തപ്പഴം ഇല്ല എങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കുക. കാരക്ക ഇല്ല എങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടെങ്കിലും നോമ്പ് മുറിക്കുക. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലിയ. നിസ്കരിക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴം കൊണ്ട് റസൂൽ നോമ്പ് മുറിക്കുമായിരുന്നു. ഫഇല്ലം തകുൻ റുതബാത്തുൻ ഫഅലാ തമറാത്തിൻ. ഈത്തപ്പഴം ഇല്ല എങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കുമായിരുന്നു. ഫഇല്ലം തകുൻ ഹസവാത്തിൻ മിമ്മാ. കാരക്ക കിട്ടിയില്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് റസൂലുള്ള നോമ്പ് മുറിക്കുമായിരുന്നു എന്ന് ഇമാം അഹ്മദും അബൂദാവൂദൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സ്വീകാര്യമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, നോമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് മുറിച്ച ഉടനെ തന്നെ എന്ന് ദുആ ചെയ്യല് സുന്നത്താണ്. ഈ ദുആ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. വേറൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. ഫുഖാക്കളൊക്കെ ആ ദുആവും ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എല്ലാ ഉലമാക്കളും ആ ദുആ ദുർബല ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, റസൂലുള്ളാഹിയിൽ നിന്നും ശരിയായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും തന്നെ ഹദീസിനെ സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെല്ലൽ സുന്നത്താണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഫുഖാക്കൾ നല്ല ദുആ ആണ്, വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ലക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, വഅലാ റിസ്ഖിക അഫ്തർതു, നിന്റെ റിസ്ക് കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് പറയാം, നന്ദി എന്നോണം. നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ അദബ്, നോമ്പുകാരൻ വായ പല്ല് തേക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കരിക്കുമ്പോൾ വുളു ചെയ്യുമ്പോഴൊക്കെ പല്ല് തേക്കുക എന്നുള്ളത് അദബ് തന്നെയാണ്. ചില നോമ്പുകാരൻ ചെയ്ത് പല്ലേക്കൂല, കാരണം ഹുലൂഫു ഫമിസായി എന്ന് പറഞ്ഞില്ലേ, വായനാട്, അതുകൊണ്ട് പല്ലേക്കാണ്ടിരിക്കും. പല്ല് തേക്കാണ്ടിരിക്കാൻ നബി കൽപ്പിച്ചിട്ടില്ല. കാരണം എല്ലാ നിസ്കാര വേളയിലും വുളുവിന്റെ വേളയിലും പല്ല് തേക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ നിസ്കരിക്കും വുളു ചെയ്യില്ലേ, അപ്പോൾ പല്ല് തേക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി സലാ എന്നുണ്ട്, ഇൻദ കുല്ലി വുദു എന്നുണ്ട്. എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന സന്ദർഭത്തിലും വുദു ചെയ്യുന്ന സന്ദർഭത്തിലും പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല്ല് തേക്കല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പല്ല് തേക്കാം. പിന്നെ ലാസ്റ്റ് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് അദബ്, ആറാമത്തെ അദബ്, നോമ്പുകാരൻ എപ്പോഴും സൽപ്രവർത്തനങ്ങളിൽ നിരതനാകാൻ ശ്രദ്ധിക്കണം. ഖുർആനോത്ത്, ദിക്ർ, സദഖകൾ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ഏറെ സദഖകൾ കൊടുക്കുമായിരുന്നു. കാന അജ്വദൻ നാസി ബിൽ ഖൈർ എന്നാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യമായ റസൂലുള്ളാഹ്. റമളാൻ ആയി കഴിഞ്ഞാൽ ആ ജൂദ് ഒന്നുകൂടി അധികരിക്കും. കരിനീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമളാനിൽ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കും. പ്രത്യേകിച്ച് അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ പ്രത്യേകം അതിനു വേണ്ടി ഒരുങ്ങുമായിരുന്നു. ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഇസറ വഅഹ്യ ലൈല വഅയ്ഖല അഹ്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അരമുണ്ട് കെട്ടിമുറുക്കും, രാത്രിയെ ഹയാത്താക്കും, കുടുംബക്കാരെയും ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചുണർത്തും. ഇബാദത്തിൽ നിരതനാകണം നോമ്പുകാരൻ. രാവും പകലും ഇബാദത്തുകൾ കൊണ്ട് അവൻ ധന്യമാക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഖുർആനോത്ത്, അതുപോലെ റമളാനിൽ ഉംറ നിർവഹിക്കൽ, മക്കയിൽ പോയിട്ട് ഉംറ നിർവഹിക്കൽ, അതൊക്കെ കൂലിയുള്ള കാര്യമാണ്. ഫൈദാ ജാ റമളാനു ഫഅതമിരി ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ പറഞ്ഞാണ്, എന്ത് ചെയ്യാ, റമളാൻ ആയി കഴിഞ്ഞാൽ ഉംറക്ക് പോവുക. റമളാനിലെ ഉംറ ഹജ്ജിനോട് തുല്യമുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നതിന് തുല്യമാണ് റമളാനിലെ ഉംറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തന്നെ മക്കയിലെയും മദീനയിലെയും പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളത് ഒരുപാട് പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനമാണ്. റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. മസ്ജിദുൽ ഹറാമിൽ 10,000 റക്അത്ത്, ഒരുപാട് കൂലികൾ എഴുതപ്പെട്ട
2 പള്ളികളാണ് മക്കയിലെയും മദീനയിലെയും പള്ളികൾ. അതേപോലെ തന്നെ നോമ്പുകാരൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, കച്ചറകളൊക്കെ ഉപേക്ഷിക്കണം. മല്ലം യദാ ഖൗല സൂർ വൽ അമല ബിഹി വൽ ജഹല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി യദാ തആമഹു വ ശറാബ. കള്ളവാക്ക്, കള്ളപ്രവർത്തനം, വിവരക്കേടുകൾ, ചീത്ത വിളിക്കൽ ഒന്നും ഉണ്ടാൻ പാടില്ല. ആരെങ്കിലും ചീത്ത വിളിച്ചാലോ ഫൈൻ സാബഹു അഹദുൻ ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ മറത്തൈൻ. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കല്ലേ വേണ്ട, മറിച്ച് എന്ത് വേണം? ഞാൻ നോമ്പുകാരനാണെന്ന് 2 പ്രാവശ്യം പറയണം. ഫലയർഫുസ്, വൃത്തികൾ ചെയ്യാൻ പാടില്ല. എസ്ഹബ്, ഒച്ച വെച്ച് അട്ടഹസ് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങളോട് നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ', അവൻക്ക് അവന്റെ നോമ്പിലൂടെ വെറും വിശപ്പടക്കൽ മാത്രമേ കിട്ടുന്നുള്ളൂ. എത്ര രാത്രി നിസ്കരിക്കുന്ന ആളാണ്, അവൻക്ക് അവന്റെ രാത്രി നിസ്കാരത്തിലൂടെ വെറും ഉറക്കമൊയ്യൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം. സൽക്കർമ്മങ്ങളിൽ മാത്രം നിരതരാകാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നോമ്പ് നോറ്റവനെ നോമ്പ് തുറപ്പിക്കാൻ, ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതും നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട അദബിൽപ്പെട്ടതാണ്. കാരണം ഒരു നോമ്പ് നോറ്റാളെ നോമ്പ് മുറിപ്പിച്ചാൽ, ഭക്ഷണം കൊടുത്താൽ നോമ്പ് നോറ്റ അവന്റെ അതേ കൂലി ഇവൻക്കും കിട്ടുന്നതാണ്. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ല അജ്രി. നോമ്പ് നോറ്റ അതേ കൂലി കിട്ടും. പക്ഷെ നോമ്പ് നോറ്റവന്, ഈ നോമ്പ് തുറപ്പിച്ചവന്റെ കൂലി കുറയോ? നോമ്പ് തുറന്നവന്റെ കൂലി കുറയോ? അത് കുറയുകയും ചെയ്യില്ല. തുറപ്പിച്ചവന് അതേ കൂലി കിട്ടും. അപ്പോൾ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അമലിൽ കൊണ്ടുവരാനും നിത്യമാക്കാനും എല്ലാം നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.